Students, welcome to the third session of our second module. Students, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ യങ്സ് മോഡുലസ് ആൻഡ് ബൾക്ക് മോഡുലസ് നമ്മൾ ഡിറൈവ് ചെയ്തു. സോ ദ ഇക്വേഷൻ വാസ് ലൈക്ക് ഇ ഈക്വൽ ടു സം 3k ഇൻറ്റു 1 മൈനസ് 2 മ്യൂ. സോ മ്യൂ എന്തായിരുന്നു? മ്യൂ ഇസ് എ പോയ്സൺസ് റേഷ്യോ. കെ ബൾക്ക് മോഡുലസ്, ഇ യങ്സ് മോഡുലസ്. അപ്പോൾ ഈ റിലേഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിറൈവ് ചെയ്തു. നൗ ടുഡേ വി ആർ ഗോയിങ് ടു derive the relationship between Young's modulus and modulus of rigidity. Young's modulus and modulus of rigidity. Modulus of rigidity. Okay. So what is E? E is nothing but sigma by normal stress by normal strain. And what is G? G is tau by phi, shear stress by shear strain. So these two equation you have to be sure of. Okay. So E യും G എന്താണെന്ന് അറിയാം. ഇത് നമുക്ക് നോക്കാം. സപ്പോസ് നമ്മുടെ അടുത്തൊരു സ്ക്വയർ ബ്ലോക്ക് ഉണ്ട്. സ്ക്വയർ ബ്ലോക്ക് എ ബി സി ഡി. ഞാൻ എന്ത് ചെയ്യുന്നു? ഞാനൊരു പ്യുവർ ഷിയർ, ഇതിൽ ഷിയർ സ്ട്രെസ് മാത്രമേ ഉള്ളൂ. ഷിയർ സ്ട്രെസ് മാത്രമാണെങ്കിൽ ഇവിടെ ഒരു ടോ, എ ബിയും ഡി സിയിൽ എന്തുണ്ടാവും? ഒരു ടോ ഉണ്ടാവും, ഷിയർ സ്ട്രെസ്. ഇത് പ്യുവർ ഷിയർ ആണെങ്കിൽ എല്ലാ സൈഡിലും ഷിയർ സ്ട്രെസ് ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ എ ഡി സി ബിയിലെ ഡയറക്ഷൻ അങ്ങോട്ടായിരിക്കും. ഇതിപ്പോൾ ടോ ഇതെന്താണ്? ആൻറ്റി ക്ലോക്ക് വൈസ് ആയതുകൊണ്ട് ഇതെന്തായിരിക്കും? ക്ലോക്ക് വൈസ് ആയിരിക്കും അല്ലേ? ക്ലോക്ക് വൈസ് ആയിരിക്കും. ഇതും ടോ ആയിരിക്കും, ഇതും ടോ ആയിരിക്കും. എന്തുകൊണ്ടാണ് എല്ലാം ടോ ആയത്? ഇത് രണ്ടും ടോ ആണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡിലെല്ലാം ഈ എ ബി ബി സിയിലുള്ളത് ടോ ആണെങ്കിൽ, എ ബി ഡി സിയിലുള്ള സൈഡ്സിലല്ലേ ആ ഉള്ള വാല്യൂ ടോ ആണെങ്കിൽ എ ഡിയിലും ബി സിയിലുള്ളതും എന്തായിരിക്കും? ടോ ആയിരിക്കും. എന്തുകൊണ്ട്? ഇക്വാലിറ്റി ഓഫ് ക്രോസ് ഷിയർ പഠിച്ചിട്ടുണ്ട്, കഴിഞ്ഞ മൊഡ്യൂളിൽ പഠിച്ചിട്ടുണ്ട്. ഇക്വാലിറ്റി ഓഫ് ക്രോസ് ഷിയർ. ഇതാണ് സംഭവം. അപ്പോൾ ടോ ആ വാല്യൂ നാല് സൈഡിലുള്ളതും ഓപ്പോസിറ്റ് സൈഡ്സിലുള്ളതെല്ലാം ഈക്വൽ ആയിരിക്കും. എന്ന് നോക്കാം. ഇതിപ്പോൾ ടോ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഒരു ഷിയർ സ്ട്രെയിൻ ഉണ്ടാവും അല്ലേ? ഷിയർ സ്ട്രെയിൻ ഉണ്ടാവും. അപ്പോൾ ഇത് എ ബി സി ഡി, ഞാൻ കളർ വേണ്ട, ഈ ഡയഗണൽ ബി ഡി, ഇതൊരു ഡയഗണൽ ബി ഡി ആണ്. ഇനി ഈ ഡയഗണൽ ബി ഡിക്ക് എന്ത് സംഭവിക്കും? ഒരു ടോ ആക്ട് ചെയ്യുന്നതുകൊണ്ട് ഇത് കുറച്ച് സ്ട്രെയിൻ ആവും അല്ലേ? അതായത് ഈ ബി ഡി ഞാനത് കണ്ടോ? ഈ ബി ഡി എന്നുള്ളത് ബി ഡി ഡാഷ് എന്നുള്ളൊരു പൊസിഷനിലേക്ക് സ്ട്രെയിൻ ആയി. എന്തുകൊണ്ട്? ഈ അപ്ലൈ ചെയ്ത് ഈ ടോർക്ക് കൊണ്ട് ഈ ഷിയർ സ്ട്രെസ് കൊണ്ട്. ഈ ഷിയർ സ്ട്രെസ് കാരണം എന്തായി? ടോന്നില്ല ഷിയർ സ്ട്രെസ് ഇല്ലേ? ഇത് കാരണം ബി ഡി എന്തായി? ബി ഡി ഡാഷിലേക്ക് സ്ട്രെയിൻഡ് ആയി, ഒരു ഷിയർ സ്ട്രെയിൻ. സപ്പോസ് ഈ ആംഗിള് ഫൈ ആണെന്ന് എടുക്കാം. ഓക്കെ, ഈ ആംഗിൾ എന്താണ്? ഫൈ. ഇത് ഫൈ ആണെങ്കിൽ ബി ഡി എന്നുള്ളത് ബി ഡി ഡാഷിലേക്ക് സ്ട്രെയിൻ ആയി. ഓക്കെ, ഞാനൊരു കാര്യം ചെയ്യുന്നത്, ഇവിടുന്ന് ഇവിടത്തേക്ക് ഒരു ഒരു പെർപെൻഡിക്കുലർ വരക്കുന്നത്. സപ്പോസ് ഈ പോയിന്റ് ഇ, ഇതൊരു പെർപെൻഡിക്കുലർ. അപ്പോൾ ഡി ഇ ആണ് പെർപെൻഡിക്കുലർ. ഡി ഇ
പെർപെൻഡിക്കുലർ ടു ബി ഡി ഡാഷ്. ഇപ്പോൾ ബി ഡി ഡാഷിലേക്ക് ഒരു പെർപെൻഡിക്കുലർ ഞാൻ വരാം. ഇതെല്ലാം 90 ഡിഗ്രിയാണ്. ഇത് സ്ക്വയർ ബ്ലോക്ക് ആയതുകൊണ്ട് ഇതെല്ലാം 90 ഡിഗ്രി ആയിരിക്കും. ഈ ആംഗിൾ എന്തായിരിക്കും? 45 ഡിഗ്രി ആയിരിക്കും കേട്ടോ. ഈ ആംഗിൾ 45 ഡിഗ്രി ആയിരിക്കും. ഇനി നോക്കാം. ഇപ്പോൾ ഫിഗർ ക്ലിയർ ആയില്ലേ? ഫിഗർ ക്ലിയർ ആയെങ്കിൽ ഞാൻ എഴുതുന്നത് ഇപ്പോൾ ടെൻസൈൽ സ്ട്രെസ് ഡ്യൂ ടു ദ ടെൻസൈൽ സ്ട്രെസ് ടോ അലോങ് ഡയഗണൽ ബി ഡി ദർ വിൽ ബി എ ടെൻസൈൽ സ്ട്രെയിൻ ഇൻ ഡയഗണൽ ബി ഡി. ടെൻസൈൽ സ്ട്രെയിൻ ഇത് ബി ഡി ഇലോങ്ങേറ്റ് അല്ല ആവുന്നത്. ബി ഡി ഡാഷിലേക്ക് ഇലോങ്ങേറ്റ് ആകുമ്പോൾ എന്തുണ്ടാവും? ടെൻസൈൽ സ്ട്രെയിൻ എലോങ് ഡയഗണൽ ബി ഡി. എങ്ങനെ എഴുതാം? എലോങ് ഡയഗണൽ ബി ഡി എങ്ങനെ എഴുതാം? ബി ഡി ടോ എന്നുള്ള സ്ട്രെസ് ബൈ യങ്സ് മോഡുലസ് അല്ലേ? ടെൻസൈൽ സ്ട്രെയിൻ അല്ലേ? ടെൻസൈൽ സ്ട്രെയിൻ ആയതുകൊണ്ട് നമുക്ക് ടെൻസൈൽ സ്ട്രെയിൻ ഈക്വൽ ടു ടോ ബൈ യങ്സ് മോഡുലസ് എഴുതിയാൽ പോരെ. അതിപ്പോൾ ഷിയർ സ്ട്രെസ്സോ നോർമൽ സ്ട്രെസ്സോ ഒന്നുമല്ല. എലോങ് ബി ഡി എന്തുണ്ട്? ഒരു ടെൻസൈൽ സ്ട്രെയിൻ ഉണ്ട്. കാരണം ബി ഡി ഈസ് ഗെറ്റിംഗ് ഇലോങ്ങേറ്റ്. ബി ഡി ഇലോങ്ങേറ്റ് ആവുന്നുണ്ട്. ടെൻസൈൽ സ്ട്രെസ് കാരണമാണ് സ്ട്രെയിൻ ഉണ്ടാവും. ടെൻസൈൽ സ്ട്രെസ് ടോ. ആ ടെൻസൈൽ സ്ട്രെസ് എന്ത് കാരണം ഉണ്ടാവുന്നത്? ടോ കാരണം തന്നെയാണ്. വേറെ കാരണം ഇത് പ്യുവർ ഷിയർ ആണ്. വേറെ നോർമൽ സ്ട്രെസ് ഒന്നുമില്ല. അവിടെ ടോ ബൈ ഇ തന്നെ എഴുതി. അപ്പോൾ ടോ ബൈ ഇ എന്നുള്ളൊരു സ്ട്രെയിൻ എന്തായി? ടെൻസൈൽ സ്ട്രെയിൻ അലോങ് ഡയഗണൽ ബി ഡി ഡ്യൂ ടു ടെൻസൈൽ സ്ട്രെസ്. ഇതെന്താണ്? ഡ്യൂ ടു ടെൻസൈൽ സ്ട്രെസ് ഓൺ ബി ഡി എലോങ് ബി ഡി എലോങ് ബി ഡിയിൽ കൂടെ ഒരു ടെൻസൈൽ സ്ട്രെസ് ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ടോ ബൈ. പക്ഷേ ഒന്നുകൂടെ ശ്രദ്ധിക്കാം. ഈ എ ബി സി ഡി എന്നുള്ളത് എ ഡാഷ് എന്ത് സംഭവിക്കും? സിക്ക് എന്ത് സംഭവിക്കും? സി കുറച്ച് ഇങ്ങോട്ട് വരില്ലേ? സി ഡാഷിലേക്ക് വരില്ലേ? ആക്ച്വലി ഇതിങ്ങനെ വരും. അപ്പോൾ എ ബി സി ഡി ഉണ്ടായത് എ ബി സി ഡാഷ് ഡി ഡാഷിലേക്ക് മാറുന്നതാണ്. ശ്രദ്ധിക്കണം. അപ്പോൾ സി കുറച്ച്, അപ്പോൾ എ സി എന്നുള്ളത് എ സി ഡാഷിലേക്ക് കംപ്രസ് ആവുകയും ചെയ്യുന്നു. എ സി ഡാഷിലേക്ക് കംപ്രസ് ആവുന്നതാണ്. ബി ഡി ഡാഷിലേക്ക് പിന്നെ ഇലോങ്ങേറ്റ് ആവുന്നതാണ്. അപ്പോൾ എലോങ് എ സി ഡാഷിലേക്ക് കംപ്രസ് ആയി, റൈറ്റ്? അപ്പോൾ എലോങ് എ സി എന്താണ് സംഭവിച്ചു? അപ്പോൾ എലോങ് എ സി എന്താണ്? ഒരു കംപ്രസീവ് സ്ട്രെസ്സാണ് ആക്ട് ചെയ്യുന്നത്. ഒരു കംപ്രസീവ് സ്ട്രെയിൻ ഉണ്ടാകുന്നുണ്ട്. എ സി ഡാഷിലേക്ക് ഒരു കംപ്രസീവ് സ്ട്രെയിൻ ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ ലെങ്ത്ത് കുറയുന്നുണ്ട് അല്ലേ? അപ്പോൾ നമുക്കറിയാം അതൊരു ലാറ്ററൽ സ്ട്രെയിനാണ്. ഈ ലാറ്ററൽ സ്ട്രെയിൻ എന്തുണ്ടാക്കും? അപ്പോൾ ഈ ലാറ്ററൽ സ്ട്രെയിൻ്റെ എഫക്റ്റ് നോക്കിക്കോ. ഇങ്ങനെ പിന്നെ ഒരു ബ്ലോക്ക് ഞാൻ ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ലോഞ്ചിറ്റ്യൂഡൽ സ്ട്രെയിനും ഉണ്ടാവും. ഇതിങ്ങനല്ലേ ചേഞ്ച് ആവുക? ലോഞ്ചിറ്റ്യൂഡലും ഉണ്ടാവും, ലാറ്ററലും ഉണ്ടാവും. അപ്പോൾ എലോങ് ദിസ് പിന്നെ രണ്ട് എഫക്റ്റീവ് അല്ലേ? അപ്പോൾ ഇങ്ങനെയുള്ളൊരു സ്ട്രെസ്, അപ്പോൾ ഇതൊരു സിഗ്മ 1 ഇങ്ങനെയുണ്ട്, ഇങ്ങനെ ഒരു സിഗ്മ 2 ഒരു കംപ്രസീവ് ഇങ്ങനെയുണ്ട്. അപ്പോൾ ഈ സിഗ്മ 1 കാരണം എന്ത് സംഭവിക്കും? ഇതിൻ്റെ നീളം കൂടും, വണ്ണം കുറയും അല്ലേ? അപ്പോൾ സിഗ്മ 1ൻ്റെ എഫക്റ്റ് കാരണം വണ്ണം കുറയും, സിഗ്മ 2ൻ്റെ എഫക്റ്റ് കാരണം വണ്ണം കുറയും. അതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ചത്. അപ്പോൾ മ്യൂ എന്നുള്ളൊരു ഇത് വരില്ലേ? അതായത് ഇതിൻ്റെ കംപ്രഷൻ, സിഗ്മ 2ൻ്റെ കംപ്രഷൻ കാരണം ഇതിൻ്റെ വണ്ണം കുറയും, സിഗ്മ 1ൻ്റെ ഇലോങ്ങേഷൻ കാരണം വണ്ണം കുറയും. അപ്പോൾ രണ്ട് എഫക്റ്റ് ഒന്നില്ലേ? അതേപോലെ ബി ഡി എന്നുള്ള ഡയഗണൽ ബി ഡി ഡാഷിലേക്ക് ഇലോങ്ങേറ്റ് ആവുന്നത് ഈ ഡയറക്ഷനിലുള്ള, അതായത് ഈ ഡയറക്ഷനിൽ എന്തുണ്ട്? ടോഡ് എഫക്റ്റ് ഈ ഡയറക്ഷനിലുണ്ട്, ടോഡ് എഫക്റ്റ് ഇങ്ങനെ ഒരു കംപ്രഷൻ്റെ എഫക്റ്റും ഉണ്ട് അല്ലേ? സോ എങ്ങനെ എലോങ് എ സി ദർ ഈസ് എ കംപ്രസീവ് സ്ട്രെസ് ഓഫ് ടോ, എലോങ് ബി ഡി ദർ ഈസ് എ
എലോങ്ങേഷൻ എഫക്റ്റ് ഓഫ് ടോ. അപ്പോൾ ബി ഡിയിൽ 2 എഫക്റ്റ് വരും. അപ്പോൾ ഒന്നാമത്തെ എഫക്റ്റാണ് ടോ ബൈ ഇ. രണ്ടാമത്തെ എഫക്റ്റ് എന്തായിരിക്കും? ടെൻസൈൽ സ്ട്രെയിൻ ഇൻ ബി ഡി ഡ്യൂ ടു compressive stress ടോ along AC. അപ്പോൾ എ സിയുടെ അലോങ്ങിൽ നമുക്കൊരു കംപ്രസീവ് സ്ട്രെസ് ടോ ഉണ്ട്. ആ കംപ്രഷൻ കാരണവും ഒരു എക്സ്ട്രാ എലോങ്ങേഷൻ എന്ത് കിട്ടും? ബി ഡി കിട്ടും. അപ്പോൾ അതിൻ്റെ വാല്യൂ എങ്ങനെ കിട്ടും? അതിനാണ് പോയ്സൺസ് റേഷ്യോ ഇൻറ്റു ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ ടോ ബൈ ഇ. ലാറ്ററൽ സ്ട്രെയിൻ ഈക്വൽ ടു പോയ്സൺസ് റേഷ്യോ ഇൻറ്റു ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ അല്ലേ. അപ്പോൾ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ നമ്മുടെ ടോ ബൈ ഇ തന്നെയാണ്. ലാറ്ററൽ സ്ട്രെയിൻ എന്തായിരിക്കും? മ്യൂ ഇൻറ്റു ടോ ബൈ ഇ. അപ്പോൾ ഇങ്ങനെ. അപ്പോൾ ടോട്ടൽ സ്ട്രെയിൻ എന്തായിരിക്കും? ടോട്ടൽ സ്ട്രെയിൻ എലോങ് ബി ഡി ഈസ് ഈക്വൽ ടു എന്തായി? ഒരു ടോ ബൈ ഇ ഓൾറെഡി ഉണ്ട്, പ്ലസ് എന്തുണ്ട്? മ്യൂ ബൈ ടോ ബൈ ഇ എക്സ്ട്രാ വരും. So that can be written as tau by E into 1 plus mu. Okay, so keep this as equation 1. This equation 1 ആയിട്ട് keep it. Total strain is equal to tau by E into 1 plus mu. ഇത് നോക്കാം. ഇത് കുറച്ച് ജോമെട്രിയാണ്, ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ പിന്നെ എന്ത് ഫിഗർ. ഈ ഫിഗറിൽ നമുക്കറിയാം ഇൻക്രീസ് ഇൻ ലെങ്ത് ടെൻസൈൽ സ്ട്രെയിൻ ഇൻ ഡയഗണൽ ബി ഡി എന്ന് പറഞ്ഞാൽ നമുക്ക് വേറൊരു തരത്തിൽ എഴുതാം. എങ്ങനെ എഴുതാം? നമ്മൾ സാധാരണ സ്ട്രെയിൻ എങ്ങനെ എഴുതാം? ഞാൻ ഈ ഫിഗർ ഇങ്ങോട്ട് വിളിക്കാം. സാധാരണ നമ്മൾ സ്ട്രെയിൻ എഴുതാം എങ്ങനെയാണ്? സ്ട്രെയിൻ എങ്ങനെ എഴുതാം? ഡെൽറ്റ എൽ ബൈ എൽ, ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത് അല്ലേ. അപ്പോൾ സ്ട്രെയിൻ അലോങ് ബി ഡി എങ്ങനെ എഴുതാം? നമുക്ക് സ്ട്രെയിൻ അലോങ് ബി ഡി എങ്ങനെ എഴുതാം? എങ്ങനെ എഴുതാം? ചേഞ്ച് ഇൻ ലെങ്ത്, ഒറിജിനൽ ലെങ്ത് എന്തായിരുന്നു? ബി ഡി ആയിരുന്നു. ചേഞ്ച് ഇൻ ലെങ്ത് എന്താ? ബി ഡി ഡാഷ് മൈനസ് ബി ഡി അല്ലേ. ബി ഡി ഡാഷ് മൈനസ് ബി ഡി ബൈ ഒറിജിനൽ ലെങ്ത് ബി ഡി. ഇത് ന്യൂ ലെങ്ത് മൈനസ് ഒറിജിനൽ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്. അതാണ് ഡെൽറ്റ എൽ ബൈ എൽ. ഇങ്ങനെ എഴുതിക്കൂടെ? ഇങ്ങനെ എഴുതിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് മാറ്റാം? അപ്പോൾ ശ്രദ്ധിക്കുക, ഈ ബി ഡി എന്നുള്ളത് നമ്മൾ പൈത്തഗോറസ് തിയറം പ്രകാരം എ ഡി സ്ക്വയർ പ്ലസ് എ ബി സ്ക്വയർ ഈക്വൽ ടു എന്താണ്? ബി ഡി സ്ക്വയർ അല്ലേ. അപ്പോൾ ബി ഡി സ്ക്വയർ ഈക്വൽ ടു എ ബി സ്ക്വയർ പ്ലസ് എ ഡി സ്ക്വയർ. മീൻസ് എ ബി ഈക്വൽ ടു എ ഡി അല്ലേ. അപ്പോൾ ബി ഡി സ്ക്വയറിന് ഞാൻ 2AD സ്ക്വയർ എന്ന് ഇട്ടൂടെ. അപ്പോൾ ബി ഡി എന്നുള്ളതിന് ഞാൻ √2AD എന്ന് ഇട്ടു. ഓക്കെ, അതാടെ വെക്കാം. ഇനി ശ്രദ്ധിക്കുക, ഇതിൽ ബി ഡി ഡാഷ് മൈനസ് ബി ഡി എന്നുണ്ടല്ലോ. ഈ ബി ഡി ഡാഷ് എന്നുള്ളത് ഇവിടെ ഞാൻ ഡി ഈ ഒരു പെർപെൻഡിക്കുലർ വരച്ചില്ലേ. പെർപെൻഡിക്കുലർ കണ്ടങ്ങൾ പെർപെൻഡിക്കുലർ ബി ഇ. ഇപ്പോൾ ഈ സ്ട്രെയിൻ ഫൈ എന്നില്ല, ഒരു ചെറിയ ആംഗിളാണ് വ്യത്യാസം. ഇപ്പോൾ ഫൈ വെരി സ്മോൾ ആണെങ്കിൽ ബി ഡി ഈസ് ഓൾമോസ്റ്റ് ഈക്വൽ ടു ബി ഇ എന്ന് എഴുതിയാൽ പ്രശ്നമില്ല. കാരണം ചെറിയൊരു വ്യത്യാസമാണ്. ആയതുകൊണ്ട് ഓൾമോസ്റ്റ് ബി ഇ, ഈ ലെങ്ത്തും ബി ഡിയുടെ ലെങ്ത്തും ബി ഇയുടെ ലെങ്ത്തും നമുക്ക് അപ്രോക്സിമേറ്റ് ചെയ്തിട്ട് ഈക്വൽ ആണെന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ ഈ ബി ഡി എന്നുള്ളത് ഞാൻ ബി ഇ എന്നാക്കി. ഓക്കെ, അപ്പോൾ
എന്തായിരുന്നു ഇക്വേഷൻ? സ്ട്രെയിൻ ഈക്വൽ ടു ബി ഡി ഡാഷ് മൈനസ് ബി ഡി ബൈ ബി ഡി ആയിരുന്നു. ഓക്കെ, അതിനെ ഞാൻ ബി ഡി ഡാഷ് മൈനസ് ബി ഇ ബൈ √2 AD എന്നാക്കി. √2 AD എന്നാക്കി. ഇപ്പോൾ ബി ഡി ഡാഷ് മൈനസ് ബി ഇ എന്താണ്? ബി ഡി ഡാഷ് മൈനസ് ബി ഇ എന്നുള്ളത് ഡി ഡാഷ് ഇ അല്ലേ? ഈ ലെങ്ത് അല്ലേ? ഈ പർട്ടിക്കുലർ ലെങ്ത് അല്ലേ? അതായത് ആ സ്മോൾ ട്രയാങ്കിൾ ഞാൻ ഇവിടെ കാണിക്കാം. ഇങ്ങനെയുള്ള ഇത് ഡി ഡാഷ്, ഇത് ബി, ഇത് ഇ, അങ്ങനല്ലേ? ഇത് ബി ഡാഷ് ഇ, സോറി, ഇത് സ്മോൾ ട്രയാങ്കിൾ ഇങ്ങനെയായിരിക്കും. നോക്കുക, ഓക്കെ. ഈ ട്രയാങ്കിൾ, ഈ ഡി ഡാഷ് ഡി ഇ എന്നുള്ള ട്രയാങ്കിൾ ഞാൻ എടുത്ത് വരക്കുന്നത്. ഒന്ന് ശ്രദ്ധിക്കാം. എങ്ങനെയാണ് കുറച്ച് വലുതാക്കിയിട്ട് വരക്കുന്നത്. അപ്പോൾ ഇതാണ് പെർപെൻഡിക്കുലർ, ഇതാണ് ഡി, ഇതാണ് ഡി ഡാഷ്, ഇതാണ് ഇ. ഓക്കെ, ഇത് ശ്രദ്ധിക്കാം. ഇതിൽ ഈ ആംഗിൾ എന്തായിരിക്കും? ഈ ആംഗിൾ ശ്രദ്ധിക്കുക. ഇതിൽ സിൻസ് ആംഗിൾ ബി ഡി സി 45 ഡിഗ്രി ആയതുകൊണ്ട് തന്നെ ആംഗിൾ ബി ഡി ഡാഷ് ഡിയും ഓൾമോസ്റ്റ് 45 ഡിഗ്രി തന്നെ ആയിരിക്കും. ഓക്കെ, ആംഗിൾ ബി ഡി സി 45 ഡിഗ്രി ആയിട്ടല്ലേ എടുത്ത് നമ്മൾ? 45 ഡിഗ്രി ആയിരിക്കും. അത് ഡയഗണൽ കട്ട് ചെയ്യുന്നത് ഈക്വൽ ആയിട്ടായിരിക്കും. ദർഫോർ ആംഗിൾ ഇ ഡി ഡാഷ് ഡി ഓൾമോസ്റ്റ് ഈക്വൽ ടു 45 ഡിഗ്രി തന്നെ ആയിരിക്കും. എന്തുകൊണ്ട്? ചെറിയൊരു സ്ട്രെയിനാണ്, ചെറിയ ആംഗിൾ ഡിഫറൻസ് ഇല്ല, അതുകൊണ്ട് ആംഗിൾ വലുതായിട്ട് ചേഞ്ച് ആവില്ല. ആ ആംഗിൾ 45 ഡിഗ്രി ആയിട്ട് നമുക്ക് അസ്യൂം ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഡി ഡാഷ് ഇ കോസ് 45 എന്താവും? കോസ് 45 എന്തായിരിക്കും? കോസ് 45 എന്നുള്ളത് അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ് അല്ലേ? ഡി ഡാഷ് ഇ ബൈ ഡി ഡാഷ് ഡി എന്ന് എഴുതിക്കൂടെ? അങ്ങനെയാണെങ്കിൽ ഡി ഡാഷ് ഇ ഈക്വൽ ടു കോസ് 45 ഡി ഡാഷ് ഡി എന്ന് എഴുതിക്കൂടെ? അങ്ങനെ കോസ് 45 എന്താ? 1/√2 അല്ലേ? 1/√2. അപ്പോൾ ഡി ഡാഷ് ഡി ബൈ √2 എന്ന് എഴുതിക്കൂടെ? ഓക്കെ, അപ്പോൾ ഡി ഡാഷ് ഇ ആയി. പിന്നെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട എവിടെയാണ്? ഈ ബി ഡി ഡാഷ് മൈനസ് ബി എന്താണ്? ഡി ഡാഷ് ഇ അല്ലേ? ഡി ഡാഷ് ഇ ബൈ √2 AD. ഇതാണ് ഇക്വേഷൻ ഉണ്ടായിരുന്നത്. ഈ ഇക്വേഷനിൽ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? ഡി ഡാഷ് ഇക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ സ്ട്രെയിൻ ഈക്വൽ ടു ഡി ഡാഷ് ഇ ബൈ √2 AD എന്നാണ് ഉണ്ടായിരുന്നത്. അതിൽ ഡി ഡാഷ് ഇക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു? ഡി ഡാഷ് ഡി ബൈ √2, ഡി ഡാഷ് ഡി ബൈ √2 ഇൻറ്റു ഒരു √2 AD ബാക്കിയുണ്ട്. അപ്പോൾ അതെന്തായി? ഡി ഡാഷ് ഡി ബൈ 2 AD. ഇനി നോക്കുക, ഡി ഡാഷ് ഡി ബൈ AD എന്താണ്? നമ്മളെ ഈ ഫിഗറിൽ നിന്ന് എടുക്കുക. ഡി ഡാഷ് ഡി ബൈ AD, ഡി ഡാഷ് ഡിയും AD അതെന്തായിരിക്കും? ടാൻ ഫൈ അല്ലേ? ടാൻ ഫൈ അല്ലേ? ഇത് ടാൻ ഫൈ അല്ലേ? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. d dash d by AD will be equal to tan phi.
if phi is very small, if phi is very small, നമുക്ക് അപ്രോക്സിമേറ്റ് ചെയ്യാം. ടാൻ ഫൈ വിൽ ബി ഈസ് ഓൾമോസ്റ്റ് ഈക്വൽ ടു ഫൈ ഇഫ് ഫൈ ഈസ് ടേക്കൺ ഇൻ റേഡിയൻസ്. ഫൈ റേഡിയൻസിലാണ്, ഡിഗ്രിയിലല്ല റേഡിയൻസിലാണ് എടുക്കുന്നതെങ്കിൽ ടാൻ ഫൈയുടെ വാല്യൂം ഫൈയുടെ വാല്യൂ ഓൾമോസ്റ്റ് ഈക്വൽ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ എപ്സിലോൺ ഈക്വൽ ടു 5/2 എന്ന് എഴുതിയാൽ പോരെ. സ്ട്രെയിൻ, ടോട്ടൽ സ്ട്രെയിൻ അലോങ് ബി ഡി 5/2. ഇതാണ് സെക്കൻഡ് ഇക്വേഷൻ. നമ്മളെ ഫസ്റ്റ് ഇക്വേഷൻ എന്തായിരുന്നു? ഫസ്റ്റ് ഇക്വേഷൻ എപ്സിലോൺ ഈക്വൽ ടു ടോ ബൈ ഇ 1+μ എന്നായിരുന്നു. ഇതായിരുന്നു ഫസ്റ്റ് ഇക്വേഷൻ. അപ്പോൾ രണ്ട് ഇക്വേഷൻ സെയിം അല്ലേ? അപ്പോൾ ടോ ബൈ ഇ ഈക്വൽ ടു ടോ ബൈ ഇ 1+μ ഈക്വൽ ടു ടോ ബൈ 5/2 എന്ന് കിട്ടി. ഇനി ബട്ട് നമുക്ക് ഇക്വേഷൻ ഉണ്ട്, ടോ ബൈ ജി ആണ് ഫൈ എന്നുള്ളത് അല്ലേ? ഇതല്ലേ നമ്മളെ ഇക്വേഷൻ, ശരിക്കും ഷിയർ സ്ട്രെയിൻ്റെ ഇക്വേഷൻ ഇതല്ലേ? അപ്പോൾ 5/2 എന്ന് വെച്ചാൽ എന്തായിരിക്കും? ടോ ബൈ 2g എന്നല്ലേ? ടോ ബൈ 2g എന്നല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? ടോ ബൈ 2g എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ടോ ബൈ ഇ ഇൻറ്റു 1+μ ഈസ് ഈക്വൽ ടു ടോ ബൈ 2g. ഇതും ക്യാൻസൽ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ g ഈക്വൽ ടു 2g ഈക്വൽ ടു നമുക്ക് അങ്ങനെയാണെങ്കിൽ ഈക്വൽ ടു 2g ബൈ 1+μ എന്ന് എഴുതിക്കൂടെ? സോറി ഒരു മിസ്റ്റേക്ക് പറ്റിയേ. ഇത് ഇങ്ങനെയല്ല ടോ ബൈ ഇ ഇൻറ്റു 1+μ. ടോ ബൈ ഇ ഇൻറ്റു 1+μ ആണെന്ത്? ടോ ബൈ 2g അല്ലേ? ടോ ബൈ ഇ ഡിവൈഡ് ബൈ 1+μ അല്ല, ടോ ബൈ ഇ ഇൻറ്റു 1+μ. അങ്ങനെയാണെങ്കിൽ ടോവും ക്യാൻസലായി. പിന്നെ എന്തുണ്ടോ? 1+μ. ഓക്കെ, എങ്കിൽ 2g ഈക്വൽ ടു 2g ഇൻറ്റു 1+μ എന്നുള്ള ഇക്വേഷൻ കിട്ടും. ഇതാണ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ യങ്സ് മോഡുലസ് ആൻഡ് മോഡുലസ് ഓഫ് റിജിഡിറ്റി. അപ്പോൾ ഈക്വൽ ടു 2g ഇൻറ്റു 1+μ ആണ്. അതേപോലെ നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ ഈക്വൽ ടു 3k ഇൻറ്റു 1 - 2μ ആണ്. ഇത് രണ്ടുമാണ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ E, G, K and μ. All the four elastic constants are related with these two equations. ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഈ റിലേഷൻ ഡിറൈവ് ചെയ്യാൻ പഠിക്കാം. നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ഇതെന്താണ് പ്രോബ്ലം? കാൽക്കുലേറ്റ് മോഡുലസ് ഓഫ് റിജിഡിറ്റി ആൻഡ് യങ്സ് മോഡുലസ് ഓഫ് എ സിലിണ്ടറിക്കൽ ബാർ ഓഫ് ഡയമീറ്റർ 30 mm and 1.5 mm length if the longitudinal strain in a bar during a tensile stress is 4 times the lateral strain. Find the change in volume when the bar is subjected to hydrostatic pressure of 100 Newton/mm². Take E equal to 10⁵ Newton/mm² ആണ്. Newton/mm² ആണ്. ഈക്വൽ ടു 10⁵ മിസ്റ്റേക്ക് ആണ്, ഇത് mm² ഉണ്ടല്ലോ. ഓക്കെ, അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ. ഇതെങ്ങനെ സോൾവ് ചെയ്യാം ഒന്ന് ചിന്തിച്ച് നോക്കി. എന്താണ് കാണേണ്ടത്? മോഡുലസ് ഓഫ് റിജിഡിറ്റി കാണണം, ജി കാണണം. ഓക്കെ, യങ്സ് മോഡുലസ് ഓഫ് സിലിണ്ടറിക്കൽ. ആക്ച്വലി യങ്സ് മോഡുലസ് എന്താണ് തന്നിട്ടുണ്ടല്ലേ? യങ്സ് മോഡുലസ് കാണേണ്ട ആവശ്യമില്ല. യങ്സ് മോഡുലസ് ഡയറക്റ്റ്ലി തന്നിട്ടുണ്ട്, ഇപ്പം കാണേണ്ട ആവശ്യമില്ല. വേറെ കാരണം ബൾക്ക് മോഡൽ. ഇത് ശരിക്കും ഇത് ബൾക്ക് മോഡൽസാണ്. ഇത് നിങ്ങൾ ബൾക്ക് മോഡൽസ് ആയിരിക്കും ക്വസ്റ്റ്യൻ. ഇത് ബൾക്ക് മോഡൽസാണ് കാണുന്നത്. ബൾക്ക് മോഡൽസ് കാണണം. പിന്നെ എന്ത് കാണണം? ചേഞ്ച് ഇൻ വോളിയം കാണണം. ചേഞ്ച് ഇൻ വോളിയം dV കാണണം. ഇത്രയും കാര്യങ്ങളാണ് കാണേണ്ടത്. എങ്ങനെ കാണും? എന്തൊക്കെ തന്നിട്ടുണ്ട്? ഇതൊരു എന്താണ്? സിലിണ്ടറാണ്, സിലിണ്ടറിക്കൽ ബാറാണ്.
ഇതിൻ്റെ ഡയ ഡി തന്നിട്ടുണ്ട്. ഗിവൺ ഡാറ്റാസ് ഡയ ഡി എന്താണ്? ഈ ഡയമീറ്റർ ഡി 30 mm ആണ്. 30 mm എന്ന് വെച്ചാൽ 0.03 മീറ്റർ. ഓക്കെ, 0.03 മീറ്റർ. ലെങ്ത് എൽ ഉണ്ട്. എത്രയാണ്? 1.5 മീറ്റർ. ഓക്കെ, ബെറ്റർ യു കീപ്പ് ഇറ്റ് ആസ് എം എം. കാരണം നമ്മളെല്ലാം ന്യൂട്ടൺ പെർ mm² എന്നല്ലേ ഈ തന്നത്, ന്യൂട്ടൺ പെർ mm² എന്നല്ലേ. എല്ലാം ന്യൂട്ടൺ പെർ mm² ആയതുകൊണ്ട് എല്ലാം MM തന്നെ കീപ്പ് ചെയ്യുക. അപ്പോൾ ഇത് 30 mm ആയതുകൊണ്ട് ഇതെന്തായിരിക്കും? 1500 mm ആയിരിക്കും. ഓക്കെ, ഇനി ഇതിൻ്റെ വോളിയം എങ്ങനെയാണ്? ഈ വോളിയം ഒന്ന് കണ്ടുപിടിച്ചോ. ഈ വോളിയം ഓഫ് ബാർ എങ്ങനെയാണ്? π/4 d² ഇൻറ്റു എൽ അല്ലേ. അതായത് π/4 ഇൻറ്റു 30² ഇൻറ്റു 1500 ചെയ്താൽ വിൽ ഗെറ്റ് എ വാല്യൂ 1060287.5 mm³ എന്നുണ്ട്. mm³. ഇതാണ് അതിൻ്റെ വോളിയം. mm³ വോളിയം. ഈ വോളിയം അവിടെ കീപ്പ് ചെയ്യുക. ഇതാണ് വെക്കുക. പിന്നെ എന്ത് പറഞ്ഞിട്ടുണ്ട്? ലോഞ്ചിറ്റ്യൂഡൽ സ്ട്രെയിൻ ഇൻ എ ബാർ ഡ്യൂറിങ് എ ടെൻസൈൽ സ്ട്രെസ് ഈസ് 4 times ദ ലാറ്ററൽ സ്ട്രെയിൻ. അപ്പോൾ ടെൻസൈൽ സ്ട്രെസ് ഇങ്ങനെ ഒരു സ്ട്രെസ് ഉണ്ട്, സിഗ്മ ഉണ്ടാക്കുന്ന ലോഞ്ചിറ്റ്യൂഡൽ സ്ട്രെയിൻ, ലാറ്ററൽ സ്ട്രെയിൻ. അപ്പോൾ ഇതിൻ്റെ ഡയ കുറച്ച് വലിയുമ്പോൾ അതിൻ്റെ തടി കുറയും. അപ്പോൾ ആ ലാറ്ററൽ സ്ട്രെയിനിൻ്റെ 4 ഇരട്ടിയാണ് ലോഞ്ചിറ്റ്യൂഡൽ സ്ട്രെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ എഴുതാം? ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ ഈക്വൽ ടു 4 times ലാറ്ററൽ സ്ട്രെയിൻ. ഇതാണ് തന്നില്ലേ. അപ്പോൾ ലാറ്ററൽ സ്ട്രെയിൻ ബൈ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ എന്നുള്ളത് എങ്ങനെ എഴുതാം? 1/4 എന്ന് എഴുതാം. 1/4 എന്ന് എഴുതാം. ഈക്വൽ ടു 0.25 എന്ന് എഴുതാം. അപ്പോൾ lateral strain by longitudinal strain is nothing but mu, Poisson's ratio. So the value of mu can be written as 0.25. ഇങ്ങനെയാണ് നമുക്ക് mu കിട്ടുക. mu കിട്ടി. ഇനി എന്താ കാണേണ്ടത്? ക്വസ്റ്റ്യൻ G equal to unknown. G should be found. So our equation is E equal to 2G into 1 plus mu. So G is equal to E by 2 into 1 plus mu. Right? So G can be found as E is how much? E is 1 into 10 raised to 5. 1 into 10 raised to 5 by mu 2 into 1 plus 0.25. So if you do the calculation, you will get the value as 4 into 10 raised to 4 Newton per mm square. Okay, so this will be the value of what modulus of rigidity. And bulk modulus എങ്ങനെയാണ്? ബൾക്ക് മോഡുലസ് B equal to E by 3 into ബൾക്ക് മോഡുലസ് വെച്ചാൽ K ആണ്. K equal to E into 3 1 minus 2 mu എന്നാണ്. എന്ന് വെച്ചാൽ 1 into 10 raised to 5 by 3 into 1 minus 2 into 0.25. ഇതിൻ്റെ വാല്യൂ എത്ര കിട്ടും? ഇതിൻ്റെ വാല്യൂ ഒരു 0.667 into 10 raised to 5 Newton per mm square കിട്ടും. ഇതാണ് വാല്യൂ ഓഫ് ബൾക്ക് മോഡുലസ്. ഇതിനാണ് ബൾക്ക് മോഡുലസ് കാണാം. ഇനി എന്താണ് കാണേണ്ടത്? ചേഞ്ച് ഇൻ വോളിയം ആണ് കാണേണ്ടത്. ചേഞ്ച് ഇൻ വോളിയം. അപ്പോൾ നമുക്കറിയാം dV/V എന്താണ്? ലീനിയർ സ്ട്രെയിൻ, വോളിയോമെട്രിക് സ്ട്രെയിൻ. വോളിയോമെട്രിക് സ്ട്രെയിൻ ഈസ് നത്തിങ് ബട്ട് വോളിയോമെട്രിക് സ്ട്രെസ് ഓർ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ സിഗ്മ ഓർ പി ബൈ എന്താണ്? സിഗ്മ ഓർ പി ബൈ ബൾക്ക് മോഡുലസ് അല്ലേ. പി ബൈ ബൾക്ക് മോഡുലസ് ആണ്
സിഗ്മ വി അല്ലെങ്കിൽ വോളിയോമെട്രിക് ഹൈഡ്രോസ്റ്റാറ്റിക് സ്ട്രെസ് ഓർ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ ബൈ കെ ഈക്വൽ ടു എപ്സിലോൺ വി. സോ epsilon v equal to p by k. P is nothing but 100 Newton per mm square given in the question. Questionil തന്നിട്ടുണ്ട് 100 Newton per mm square by k. What is k? K is obtained as 0.667 into 10 raised to 5 Newton per mm square. So the value will be 1.5 into 10 raised to minus 3. So the volumetric strain ഇത്ര കിട്ടും. പക്ഷേ വോളിയോമെട്രിക് സ്ട്രെയിൻ എന്ന് വെച്ചാൽ എന്താണ്? ഡി വി ബൈ വൈ, ചേഞ്ച് ഇൻ വോളിയം ബൈ ഒറിജിനൽ വോളിയം അല്ലേ വോളിയോമെട്രിക് സ്ട്രെയിൻ. അപ്പോൾ നമുക്ക് ഇ വി ഈക്വൽ ടു ഡി വി ബൈ വി എന്ന് എഴുതാം. ചേഞ്ച് ഇൻ വോളിയം എങ്ങനെ കിട്ടും? ഡി വി ഈക്വൽ ടു വി ഇൻറ്റു ഇ വി എന്ന് എഴുതാം. വി എന്താണ്? വി നമ്മൾ ഓൾറെഡി 1.1060287.5 ഇൻറ്റു ഇ വി എന്താണ്? എപ്സിലോൺ വി എന്താണ്? 1.5 ഇൻറ്റു 10 റൈസ് ടു മൈനസ് 3. ഇത് ചെയ്താൽ ഡി വി 1590.43 mm സ്ക്വയർ കിട്ടും, mm ക്യൂബ് കിട്ടും. ഇതാണെന്ത്? ചേഞ്ച് ഇൻ വോളിയം. ഇങ്ങനെയാണ് ചേഞ്ച് ഇൻ വോളിയം. അപ്പോൾ ചേഞ്ച് ഇൻ വോളിയം കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? വോളിയോമെട്രിക് സ്ട്രെയിൻ ഉണ്ടെങ്കിൽ ചേഞ്ച് ഇൻ വോളിയം കിട്ടും. വോളിയോമെട്രിക് സ്ട്രെയിൻ എന്ന് വെച്ചാൽ ചേഞ്ച് ഇൻ വോളിയം ബൈ ഒറിജിനൽ വോളിയം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. അപ്പോൾ എലാസ്റ്റിക് കോൺസ്റ്റൻസ് വരുന്ന പ്രോബ്ലം സോൾവ് ചെയ്യാൻ നിങ്ങൾ പഠിച്ചില്ലേ? ഓക്കെ, ഞാൻ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അസൈൻമെൻ്റ് ആയിട്ട് തരാം, അത് സോൾവ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ എനിക്ക് തോന്നുന്നു നമുക്ക് ഇത് സ്റ്റോപ്പ് ചെയ്യാം.